നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം നെടുമങ്ങാട് പരിയാരത്താണ്. തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ നാടിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ ചുവരുകളിൽ സ്ഥാനാർത്ഥികളുടെ പേരെഴുതിയിട്ടുണ്ടാകില്ല, കൊടിതോരണങ്ങളുണ്ടാകില്ല, സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ പതിച്ച ഫ്ലക്സ് ഉണ്ടാകില്ല. വളരെ കൗതുകമുള്ള ഒരു കാഴ്ചയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ? ഇവിടെ വർഷങ്ങൾ ഒരുപാടായി, കുറേ നാളായി ഇങ്ങനെ ഫ്ലക്സ് ബോർഡും കൊടിതോരണങ്ങളൊന്നുമില്ല. ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് എന്തോ തർക്കങ്ങൾ സംഭവിച്ചു. അതിനുശേഷം അവരവരുടെ മനസ്സിൽ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അവരൊരു ഇഷ്ടത്തിന് പോയി വോട്ടിടും. അത്ര തന്നെയാണ് ഈ നാട്ടിൽ ഇപ്പം നടന്നു പോകുന്നത്. ഈ ഒരു രാഷ്ട്രീയ സംഘർഷമൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കുമല്ലേ ഇത് വേണ്ടാന്ന് വെക്കുന്നത്? അതെ, അങ്ങനെയാണെന്നാണ്. പഴയ കാലത്താണ് നമ്മൾ വളർന്നു വന്നപ്പോഴിത് കണ്ടാണ് വളർന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ തുടർന്ന് പോകുന്നു. ഇപ്പോൾ എത്ര വയസ്സായി താങ്കൾക്ക്? എനിക്കിപ്പം 38 ആയി. ഈ ഇത്രയും കാലം ഇവിടെ കണ്ടിട്ടില്ല ഇങ്ങനെ ഈ ചുവരെഴുത്തുകളോ ഒന്നും ഈ പ്രദേശത്ത് കണ്ടിട്ടില്ല? ഇല്ല. ഈ ഒരു 1.5 കിലോമീറ്റർ വരെ ഇങ്ങനെയാണ്. ഈ ചുറ്റളവിലാണ് അല്ലേ? ഈ ചുറ്റളവിലാണ്, ഈ പരിയാരം എന്നുള്ള ഈ പ്രദേശത്താണ് അങ്ങനെ. ശരി, അതൊരു വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എല്ലാവരും പക്ഷേ വോട്ട് ചെയ്യാനൊക്കെ പോകും. വോട്ട് ചെയ്യാനൊക്കെ പോകും. അപ്പോൾ രാഷ്ട്രീയത്തിനൊന്നും കുഴപ്പമില്ല, പക്ഷേ പ്രചരണം ഈ തരത്തിലില്ല. ഈ തരത്തിലെ കൊടിയോ വേറൊന്നുമില്ല. ഈ നാടിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. നമ്മൾ തിരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ സ്ഥലങ്ങളിലും വലിയ തോതിൽ ചുവരെഴുത്തുകളും പ്രചരണവും കൊടിതോരണങ്ങളും ഒക്കെയും ഉള്ള കാഴ്ചയുണ്ട്. പക്ഷേ ഈ നെടുമങ്ങാട് പരിയാരത്ത് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാഴ്ചയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രത്യേകത? എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും വിശ്വസിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. എനിക്ക് 46 വയസ്സായി. എൻ്റെ ചെറുപ്രായം മുതലേ ഇവിടെ ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങളോ കൊടിതോരണങ്ങളോ ബാനറുകളോ ഒന്നും ഇവിടുത്തെ നാട്ടുകാർ തീരുമാനിച്ചതാണ്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഇലക്ഷൻ വരും, വോട്ട് ചെയ്യാൻ പോകും. ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. ബോർഡ് കയറല്, ഒരു കൊടിവയ്പ്പ്. എന്നാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ വരും, യോഗങ്ങൾക്ക് കൊണ്ടുപോകും. ഈ ഫ്ലക്സ് കയറിയെന്നുള്ള അടിയും ബഹളവും ഒന്നുമില്ല, സമാധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി മേലെല്ലാം അങ്ങനെ ഉണ്ടാവേയില്ല. അത് തന്നെയാണ് ഇവിടുത്തെ വിജയം. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പോളിംഗ് ബൂത്തുകൾ ഉണ്ടാകും. വോട്ടിംഗ് ശതമാനത്തിലൊന്നും സാധാരണ ഏതൊരുവിധ ശതമാനത്തിനൊരു എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ഇവിടെ ഉണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പരസ്പരം എന്താണ് ഒരു കൊടി കെട്ടിയുള്ള തർക്കം വേണ്ട, അത് തന്നെ. പക്ഷേ വേറൊരു കാര്യം, നമ്മൾ ഈ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരുമ്പോൾ വാർഡ് വരുമല്ലോ, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ആ വാർഡ് വരുമല്ലോ. ഈ വാർഡ് ചെറിയ സ്ഥലമല്ലേ, അപ്പോൾ ആ ചെറിയ സ്ഥലത്തിന്റെ പ്രചരണം വരുമ്പോൾ ആ സമയത്തെങ്കിലും ബോർഡ് ഇല്ല. ഒരു രാഷ്ട്രീയ നിങ്ങൾ കണ്ടില്ലേ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു കൊടിയും ഇല്ല. വാർഡ് തെരഞ്ഞെടുപ്പിനായിരുന്നാൽ ഇനി ഓൾമോസ്റ്റ് ഒരു ചെറിയൊരു പരിപാടി ആയിക്കോട്ടെ, ഇല്ല കൊടിയില്ല. കൊടി കൊണ്ടുവെക്കാം, പരിപാടി എഴുതിയും കൊണ്ടുവെക്കണം. അത് തന്നെയാണ്. കൊടിയുടെ പേരിൽ ഒരു വഴക്കോ വിപ്ലവോ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ഈ വഴി സഞ്ചരിച്ചിട്ട് ഒരു ചുവരെഴുത്ത് പോലും കാണാനില്ല. അത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് 46 വയസ്സായി. ഈ എൻ്റെ പ്രായത്തിനിടയിൽ ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പം ആ നിലയ്ക്കാണ് എന്താ പറയുന്നത്? അല്ല, ഇവിടെ അതുകൊണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പം സമാധാനമുണ്ട്. സാധാരണ എല്ലാ സ്ഥലങ്ങളിലും കൊടി കീറുക, അല്ലെ ഫ്ലെക്സ് കീറുക, രാഷ്ട്രീയം പറഞ്ഞുള്ള തമ്മിലൊക്കെയാണ്. ഇവിടെ യുവാക്കളായാലും ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇവിടെ കൊടി വെച്ചുള്ള ചരിത്രമില്ല. കൊടി വയ്ക്കും, എന്തെങ്കിലും പരിപാടി വന്നു കഴിഞ്ഞാൽ കൊടി വയ്ക്കും, അന്ന് വൈകുന്നേരം അതിനെ മാറ്റും. അതുകൊണ്ട് എല്ലാവരും വളരെ സ്നേഹത്തോടെ പോകുന്നുണ്ട്. നമ്മൾ പണ്ട് ചായക്കടയിൽ സലൂണിലൊക്കെ കയറുമ്പോൾ രാഷ്ട്രീയം പറയരുതെന്ന് പറയും. അത് വലിയ സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഒരു നാട് തന്നെ സമാധാനമായിട്ട് നിങ്ങൾ ജീവിക്കണം, രാഷ്ട്രീയം പറഞ്ഞോളൂ, അത് മനസ്സിൽ പറഞ്ഞോളൂ. രാഷ്ട്രീയം എല്ലാ വ്യക്തിപരമായി എല്ലാവർക്കും രാഷ്ട്രീയമുള്ളല്ലോ. നിങ്ങൾ പല സ്ഥലത്തും പോകുന്നു, നിങ്ങൾ എവിടെയെങ്കിലും ഇതുപോലെ ഒരു അന്തരീക്ഷം കണ്ടിട്ടുണ്ട്? ഇല്ല. അത് ശരിക്കും ഇത് ഞങ്ങളുടെ പ്രത്യേകതയാണ്. നമുക്കെല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. വോട്ടിടാൻ പോകും, വോട്ടിന് ശതമാനത്തിൽ ഒരു കുറവും ഉണ്ടാവുകയില്ല. അപ്പോൾ എന്തായിരുന്നാലും മാതൃകാപരമായ വോട്ടർമാരാണ് നമ്മൾ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ നാട്ടിൽ കാണുമ്പോഴുള്ള ഒരു പ്രത്യേകത അത് മറ്റ് എവിടെയും കണ്ടിട്ടില്ല. ബിപിൻ മുരളിക്കൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.